സങ്കീർത്തനം 54 സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ 2 വാക്യം നമുക്കൊന്ന് വായിക്കാം. നാമം നല്ലത് എന്ന് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം ചെയ്യും. അവൻ എന്നെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നമായ സ്വർഗ്ഗസ്വപിതാവാം ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനാട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്കായിരിക്കാൻ ദൈവമേ ഒരവസരം കൂടി നൽകി തന്നനാട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ലഭിച്ചിരിക്കുന്ന ഈ വചനത്തിനാട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ദൈവമേ, അതിൽ നിന്ന് ദൈവമേ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിപ്പാൻ ദൈവമേ പരിശുദ്ധാത്മാവ് ഞങ്ങൾ സഹായിക്കണമേ. ഹല്ലേലൂയ, കേൾക്കുന്നതും പറയുന്നതും ഞങ്ങൾക്ക് അനുഗ്രഹമായി തരുവാൻ നീ സഹായിക്കണമേ. ഞങ്ങളുടെ കരം കൂടിയിരിക്കണം. എല്ലാം യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. അതിൽ നിന്ന് നമ്മൾ നല്ലൊരു മെസ്സേജ് ഇന്ന് കേട്ടതാണ്. പിന്നെ എല്ലാവരും വിചാരിച്ചു എന്താണ് വീണ്ടും അതന്നെ പറയണതെന്ന്. പക്ഷെ അതിൽ 7ാമത്തെ വാക്യം നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അവൻ എന്നെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. പക്ഷെ ഇവിടെ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര കഷ്ടത്തിലിരിക്കുന്ന പോലെ തോന്നണത്. കഷ്ടത്തിൽ നിന്ന് വിടുവിച്ചതായിട്ട് ആർക്കും മുഖത്ത് അങ്ങനെ ഒരു സന്തോഷമോ ഒരു എന്താ പറയുക ഒരു പ്രത്യാശയോ കാണാനില്ല, ഇല്ലേ? പോരാ. വളരെ ശക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ജോയിൽ നമ്മളോട് പറഞ്ഞത്. എന്നിട്ടും ആർക്കൊരു പ്രത്യാശ കാണാനില്ല. കാരണം സകല കഷ്ടത്തിൽ നിന്ന് വിടുവിച്ചനാണ്. നമ്മുടെ പെട്ടക അടയാൻ പോവുകയാണ്. നമ്മളിങ്ങനെ മിണ്ടാതിരുന്നിട്ട് നമുക്ക് തന്നെ ഒരു ദുഃഖമായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളിവിടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. വന്നിരിക്കുന്ന സമയമെങ്കിലും നമുക്ക് ദൈവത്തെ മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ, മനസ്സ് തുറന്ന് സ്തുതിക്കാനും ആരാധിക്കാനും നമ്മളെ കൊണ്ട് പറ്റണം. നമ്മൾ അതിൻ്റെ 6ാമത്തെ വാക്യം കൂടി വെച്ച് അതാ വാക്യം നമ്മൾ ഒന്നുകൂടി ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കിക്കേ. സ്വമേധാദാനത്തോടെ ഞാൻ നിനക്ക് ഹനനയാഗങ്ങളെ കഴിക്കും. അത് കഴിഞ്ഞിട്ട് യഹോവേ നിൻ്റെ നാമം നല്ലത് എന്ന് ചൊല്ലി അതിന് സ്തോത്രം ചെയ്യും. അപ്പോഴാണ് അതിൻ്റെ അടുത്ത വാക്യം പറഞ്ഞത്, അവൻ എന്നെ സകല കഷ്ടത്തിൽ നിന്ന് വിടുവിക്കും. നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവം നമ്മൾ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. ദേവദാസന് നമുക്ക് വേണ്ടിയിട്ട് ആ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് നല്ല രീതിയിൽ നല്ലൊരു മെസ്സേജ് നമുക്ക് മനസ്സിലാക്കി തന്നു. പക്ഷേ നമുക്ക് എത്രത്തോളം അത് ഏറ്റെടുക്കാൻ പറ്റുന്നു എന്നുള്ളത് അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് ആ വാക്യം ഞാൻ വായിച്ചത്. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. അതിൻ്റെ ഉത്തരമാണ് നമുക്ക് നേരത്തെ കിട്ടിയത്. ദൈവം എനിക്ക് പറയാൻ വേണ്ടി തന്നിട്ടുള്ള വാക്ക് ഇതായിരുന്നു. ഒന്നുകൂടി വായിച്ചു നോക്കിയേ. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. വളരെ വിഷമം തോന്നുന്നതും കേൾക്കാൻ ഇഷ്ടമില്ലാത്തതായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ കേൾക്കുന്നത്. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ പോകുന്നു. ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യം, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നമുക്കൊരു കഷ്ടം വരിക, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരിക, ഒരു പരീക്ഷ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലെ സുഖമായിരിക്കും. പക്ഷെ പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് എല്ലാവരുടെ ജീവിതത്തിലും വരുന്നതാണ്. എൻ്റെ ജീവിതത്തിലും അങ്ങനെയാണ്. ഒരു വിഷമം അല്ലെങ്കിൽ ഒരു കഷ്ടത, ഒരു പരീക്ഷ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് കഴിഞ്ഞാൽ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ നമ്മൾ ആ പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ സഹിക്കേണ്ടതാകുന്നു എന്നൊക്കെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് സന്തോഷത്തോടുകൂടെ ആയിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ അവിടെ നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ പരീക്ഷ, നമ്മളതിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പിശാച് തടവിലാക്കാൻ പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ
തന്നെ നമുക്കൊരു ചെറിയൊരു ഭയം ഉള്ളിലുണ്ടാവും. കാരണം ദൈവം നമ്മളോട് ഒരു വചനം ദൈവം നമ്മളിൽ ഇടപെടുമ്പോൾ അതിൽ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോണ കാര്യമോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു കാര്യമായിരിക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നത്. നമുക്കതിനൊരു വാക്യം വായിക്കാം. യാക്കോബിൻ്റെ പുസ്തകം 1:12 വാക്യം. അപ്പോൾ പരീക്ഷ എന്തിനാ സഹിക്കുന്നത്? കൊള്ളാവുന്നവനായിട്ട് തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് പരീക്ഷ ഉണ്ടാവണം എന്തിനാ? പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടിയിട്ടാണ്. ജയിച്ചാൽ എന്താ ഉണ്ടാവണത്? നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും പരീക്ഷ നല്ലതിനാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ കേൾക്കുമ്പോൾ നമുക്ക് അത്ര സുഖമായിട്ട് തോന്നില്ല. പഠിക്കാൻ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടി നമ്മളെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ജയിക്കണം. ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോവും. അതിലൊരു ടിസ്റ്റും കൂടി കിടക്കണമെന്ന് വെച്ചാൽ അടുത്ത ക്ലാസ് ഇതിനേക്കാൾ കൂടുതൽ പഠിക്കാനുള്ളതാണ്. നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് 2ലേക്ക് ജയിക്കുമ്പോൾ, അല്ലെങ്കിൽ 10ാം ക്ലാസ്, 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും പോട്ടെ, 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുട്ടികളോട് ഏറ്റവും കൂടുതൽ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നാഴികല്ലായിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങളിതിൽ ജയിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബേസും നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് എങ്ങനെയെങ്കിലും നിങ്ങളിത് പാസ്സായിരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അവരെന്നെ പരമാവധി പ്രോത്സാഹിപ്പിച്ച് പഠിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അവർ പോകുന്നത് +1 അല്ലെങ്കിൽ അങ്ങനെ ഉപരിപഠനത്തിന്. അപ്പം എന്താണ് അവന് ഇതിനേക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. അത് പഠിച്ച് +2ലെ പരീക്ഷ ഏതാണ് സമയത്ത് നമ്മൾ മക്കളോട് പറയുന്നത്, വീണ്ടും പഠിച്ചോ, ഇത് നിങ്ങളുടെ ബേസാണ്. അങ്ങനെ ഓരോ പരീക്ഷയും നമ്മുടെ ജീവിതത്തിൽ ബേസാണ്. ആ പരീക്ഷ സഹിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ വാക്യം വായിച്ചേ, അപ്പോൾ നമ്മൾ പരീക്ഷ സഹിക്കുമ്പോൾ നമ്മൾ കൊള്ളാകുന്നവനായി. അതായത് നമ്മൾ ആത്മീയമായിട്ട് പറയുമ്പോൾ, ഭൗതിക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുമ്പോൾ പരീക്ഷ ജയിച്ചു അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നത് പോലെ തന്നെ ആത്മീയമായിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ കൊള്ളാകുന്നവനായിട്ട് തികഞ്ഞ് ദൈവം എന്താണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പല പ്രോസസ്സ് കൂടെ നമ്മൾ തന്നെ കടത്തിവിടലാണ് നമ്മുടെ ജീവിതത്തിലെ പരീക്ഷ. അപ്പം അത് കേൾക്കുമ്പോൾ നമുക്ക് അത്ര സന്തോഷം വരില്ല. എങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ജീവകിരീടം പ്രാപിക്കുമ്പോഴെങ്കിലും നമുക്കൊരു സന്തോഷം ഉണ്ടാവും. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്ര കാലം പരീക്ഷ സഹിച്ച് നടന്നിട്ട് അതിന് നമുക്ക് ഓവർകം ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു ജീവകിരീടം, നിത്യത നമുക്ക് ലഭിക്കാൻ പോകുന്നത്, അത് ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമുക്കൊരു വാക്യം കൂടി വായിക്കാം. 1 Korinത്യർ 10:13. നിങ്ങൾക്ക് കഴിയുന്നതിനും ഇതേ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴി ഉണ്ടാക്കും. അപ്പോൾ അവിടെ നമ്മൾ പറയണത്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത ഒരു പരീക്ഷയും ദൈവം നമുക്ക് നൽകി തരുന്നില്ല. ഓരോരുത്തരുടെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മുമ്പിൽ പരീക്ഷ സഹിച്ചിട്ടുള്ള ഓരോ വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. യോസെഫായാലും ഇയ്യോബായാലും ദാനിയേലായാലും ഒക്കെ അവരുടെ ജീവിത നിലവാരത്തിന് അല്ലെങ്കിൽ അവർക്ക് എത്രത്തോണ്ട് സഹിക്കാൻ പറ്റുന്നതായിട്ടുള്ള പരീക്ഷകളാണ് ദൈവം അവരുടെ ജീവിതത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇയ്യോബിൻ്റെ പോലത്തെ പരീക്ഷ സഹിക്കാൻ ചിലപ്പോൾ യോസഫിന് സാധിക്കില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും യോസഫിന് വേറെ രീതിയിലുള്ള. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും കാണുന്നത്. ഓരോ വ്യക്തികളെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഷാജിയേട്ടന് ഉണ്ടാവുന്ന അത്ര സഹനശേഷി എനിക്കുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു അളവിനനുസരിച്ച് ചിലപ്പോൾ എനിക്ക് ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ എൻ്റെ ഒരളവിനനുസരിച്ച് ജോബീഷിനോ അല്ലെങ്കിൽ ഏട്ടനോ അങ്ങനെ മറ്റുള്ള ആളുകളെ നമ്മൾ നോക്കുമ്പോൾ ഓരോ വ്യക്തികൾക്കും സെപ്പറേറ്റ് ആയിരിക്കും. ഓരോ വ്യക്തികൾക്ക് അവരവരുടെ ജീവിതത്തിൽ സഹിക്കാൻ പറ്റുന്നതായിട്ടുള്ള പരീക്ഷകളാണ് ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ആ പരീക്ഷയോട് കൂടിയിട്ട് നീക്കുപോക്കാണ്. ഈ പരീക്ഷയോട് കൂടിയിട്ടുള്ള നീക്കുപോക്ക് എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ ഹാഗാറിൻ്റെ പൈതൽ അവിടെ കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ഭക്ഷണവും ഇല്ലാതെ കിടന്ന ഒരു സാഹചര്യം നമുക്കത് ബൈബിളിൽ വായിക്കാൻ സാധിക്കും. ആ സമയത്ത് അവിടെ ഒരു നീരുറവ അവർക്ക് വേണ്ടിയിട്ട് പൊട്ടിമുളയ്ക്കല്ല സത്യത്തിൽ ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു നീരുറവ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരീക്ഷയിലേക്ക് അവരെത്തുമ്പോൾ അതിന് മുമ്പേ അവർക്കൊരു നീരുറവ് അവിടെ കൊടുത്തിരുന്നു.
അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഇപ്പോൾ അബ്രഹാം ഇസാക്കിനെ യാഗം കഴിക്കാൻ വേണ്ടി പോയ സമയത്ത് ഒരു പകരക്കാരനായിട്ട് ഒരു ആട്ടിൻകുട്ടിയെ അവിടെ കാണുമ്പോൾ ആ ആട്ടിൻകുട്ടി അവിടെ പൊട്ടി മുളച്ചതായിരിക്കില്ല ഒരിക്കലും. ആ ആട്ടിൻകുട്ടി മുമ്പ് എപ്പോഴും അവിടെ വന്ന് അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദൈവം നമ്മുടെ പരീക്ഷ, അതായത് അബ്രഹാമും ഇസാക്കും തമ്മിൽ മോറിയ മലയിലേക്ക് കയറി വരുന്ന സമയത്തല്ല ഒരു ആട്ടിൻകുട്ടി അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ടാവുക, അതിന് മുമ്പേ അവിടെ ഒരു ആട്ടിൻകുട്ടി കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ പരീക്ഷ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതിന് മുമ്പേ അതിനുള്ള നീക്കുപോക്ക് അവിടെ ദൈവം നമുക്ക് വേണ്ടി കൽപ്പിച്ചാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഓരോ സാഹചര്യത്തിലും ഏതൊക്കെ പരീക്ഷയിൽ കൂടെ നമ്മൾ കടന്നുപോയി, അല്ലെങ്കിൽ ഏതൊക്കെ കഷ്ടതയിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും അതിന് മുമ്പായിട്ട് ദൈവം അതിനുള്ള പരിഹാരം അതിനുള്ള സാഹചര്യത്തിൽ അതിനുള്ള സ്ഥലങ്ങളിൽ ദൈവം ആക്കി കൽപ്പിച്ചു വച്ചിരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് മനുഷ്യർക്ക് നടപ്പില്ലാത്ത ഒരു പരീക്ഷയും നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല. ആ പരീക്ഷയോട് കൂടിയിട്ട് അതിനുള്ള നീക്കുപോക്കും നമുക്ക് ദൈവം നൽകി തരുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന് 33-ാമത്തെ വാക്യം വായിക്കാം നമുക്ക്. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു. നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും വലിയ സംഭവമാണ് അത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കഷ്ടമുണ്ട്, നമുക്ക് പരീക്ഷ ഉണ്ട്, നമുക്ക് എന്തായാലും ബുദ്ധിമുട്ടുകളുണ്ട്. ദൈവം നമ്മളോട് പറഞ്ഞ കാര്യമാണ്. അപ്പം അത് നമുക്ക് ഉണ്ട് എന്നുള്ള കാര്യം നമ്മളത് ഏറ്റെടുത്തിട്ട് വേണം ഈ ഒരു മാർഗത്തിലേക്ക് നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട്. കർത്താവിനെ പിൻപറ്റിയിട്ടുള്ള ആർക്കും കഷ്ടത ഇല്ലാതിരുന്നിട്ടില്ല. നമുക്ക് ആ എബ്രായ പുസ്തകത്തിൽ വായിച്ചു നോക്കി കഴിഞ്ഞാൽ നാനാവിധ കഷ്ടങ്ങളിൽ പെട്ട് മരിച്ചവരും ബുദ്ധിമുട്ടിയവരായിട്ടുള്ള ആളുകളുടെ ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ നമുക്കിവിടെ 11-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കർത്താവിനെ സേവിച്ചിട്ട് കഷ്ടമില്ല എന്ന് പറയുന്നത് വെച്ചെങ്കിൽ അതൊരു കർത്താവിനെ സേവിക്കലല്ല. അതാണ് അതിൻ്റെ സത്യം. കർത്താവിനെ സേവിച്ചാൽ അവൻ പറയുന്നത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. കാരണം അതിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇസ്രായേൽ മക്കളോട് നമ്മൾ സാദൃശ്യപ്പെടുത്തി കഴിഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ഒരു രൂപരേഖയാണ് നമ്മൾ ആയിരിക്കുന്നത്. അതിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ തെറ്റുകളായാലും വലിയ തെറ്റുകളായാലും അതിന് അപ്പോൾ ദൈവം ശിക്ഷ തന്നിട്ട് നമ്മളതിനെ കഷ്ടത്തിൽ കൂടെ കടത്തിയാൽ മാത്രമാണ് നമ്മൾ തികഞ്ഞവരായിട്ട് പുറത്തു വരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ഞാനതിനെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ജയിച്ചവനായിട്ടുള്ളൊരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഏത് കാര്യത്തിനും ജയിച്ചവനായിട്ടുള്ള കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഒരു ജയാളിയായ കർത്താവാണ് നമ്മളെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവൻ്റെ അനുയായി ജീവിക്കുന്നത് കൊണ്ട് നമ്മളും ജയാളികളാണ്. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു കഷ്ടം ഏറ്റെടുക്കുന്നതിനും അല്ലെങ്കിൽ ഈ ഒരു മാർഗത്തിൽ നമ്മൾ ആയിരിക്കുന്നത് കൊണ്ടും ദൈവം നമ്മളെ ആ ഒരു രീതിയിലാണ് രക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടമുണ്ടാവുന്നത് നമ്മളെന്നെ ജയിച്ചവനായ കർത്താവിനോട് കൂടിയാവുമ്പോൾ നമ്മുടെ കഷ്ടത്തിൽ നിന്ന് വിടിവിക്കുന്നത്. നമുക്കൊരു വാക്യം കൊണ്ട് വായിക്കാം. യെശയ്യാവ് 43-ന്റെ 2-ാമത്തെ വാക്യം. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കത് വായിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ കഷ്ടം ഈ വെള്ളത്തിൽ കൂടെ കടന്നിട്ടാണ് നിൻ്റെ കഷ്ടം ഉണ്ടാവണമെങ്കിൽ അത് അവിടെ നിന്നോട് കൂടെ ഇരിക്കുന്നുണ്ട്. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികൾ കൂടി കടക്കുമ്പോഴാണെങ്കിലോ അത് നിൻ്റെ മീതെ കവിയില്ല. അതുപോലെ തന്നെ നീ തീയിൽ കൂടി കടന്നാലോ നീ വെന്തു പോകുകയില്ല. കാരണം അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ദൈവമാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അത്രയും നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ തരുന്ന ദൈവമാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. നമുക്ക് ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ എങ്ങനെ ഇതിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും, ദൈവം എങ്ങനെ എന്നെ രക്ഷിക്കും. അവൻ നമുക്കായിട്ട് കരുതിയിട്ടുള്ളത് ഒരു മനസ്സും ഒരു
കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതായിട്ടുള്ള ഒരവസ്ഥയിൽ കൂടി അല്ല ദൈവം നമ്മളെ രക്ഷിക്കുന്നത്. നമ്മുടെ ചിന്തയിൽ അവർ നമ്മളെ രക്ഷിക്കും, അല്ലെങ്കിൽ ആ കാര്യം കൊണ്ട് നമ്മൾ രക്ഷപ്പെടും, നമ്മൾ ഇങ്ങനെ ചെയ്താൽ രക്ഷപ്പെടുമെന്ന് നമ്മൾ മനസ്സിൽ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു മനുഷ്യരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ഇല്ലാത്ത കാരണം കൊണ്ടാണ് ദൈവം അങ്ങനെ പറയണത്. ദൈവത്തിന് അങ്ങനെ രക്ഷിക്കാൻ സാധിക്കും. ഒരു ചെറിയൊരു ഉദാഹരണം നമുക്ക് ചിന്തിച്ച് നോക്കാം. മോശ ജനിച്ചു, മോശനെ പട്ടകത്തിലാക്കി ഞാങ്ങണയുടെ ഇടയിൽ കൊണ്ടുവച്ചു. എന്തിനാണ് അത് കൊണ്ടുവയ്ക്കാൻ കാരണം? ആ സമയത്ത് ജനിച്ചിരിക്കുന്ന കുട്ടികളെല്ലാം കൊല്ലാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. ആ കൽപ്പന പുറപ്പെടുവിച്ച് അതിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ഉള്ളിൽ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ചെറിയൊരു പെട്ടിയിലാക്കിയിട്ട് നദിയിൽ ഒഴുക്കി വിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിന് ഒരു ഉറപ്പുമില്ല, രക്ഷപ്പെടാം. പക്ഷെ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ആലോചിച്ച് നോക്കിക്ക്, ആരുടെ കയ്യിൽ നിന്നാണ് ആ കൽപ്പന പുറപ്പെടുവിച്ചത്? അവരുടെ കൊട്ടാരത്തിൽ ആ മോശനെ വളർത്തി. അതാണ് ദൈവത്തിന്. ഒരിക്കലും ഒരു വ്യക്തി പോലും ചിന്തിക്കില്ല അവിടെ അങ്ങനെ ഒരു രക്ഷ ഉണ്ടാവുന്നു. വെട്ടകത്തിൽ കിടക്കുന്ന ആ കുട്ടി ചിലപ്പോൾ ആ വെള്ളത്തിൽ ഒഴുകി പോവുകയോ എങ്ങനെയോ ആയിട്ട് രക്ഷപ്പെടും എന്നുള്ളതല്ലാതെ ഒരു രാജാവിൻ്റെ ആര് കൽപ്പന പുറപ്പെടുവിച്ചോ ആ രാജാവിൻ്റെ കൊട്ടാരത്തിൽ തന്നെ അവരെ സംരക്ഷിക്കപ്പെടും എന്നുള്ളത് ഒരു മനുഷ്യരുടെ പോലും ഹൃദയത്തിൽ തോന്നാത്ത കാര്യമാണ്. അതാണ് ദൈവം നമ്മളോട് പറയണത്. ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു മനുഷ്യരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ആ രീതിയിലാണ് ദൈവം നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നടന്ന വിഷയങ്ങളെല്ലാം നമുക്ക് അറിയുന്നതാണ്. ഇയ്യോബ്, നമുക്കൊരു വാക്യം വായിക്കാം. ഇയ്യോബ് 23 അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. മതി. അപ്പോൾ നമ്മളെന്നെ ആ ശോധന ചെയ്ത് പൊന്നുപോലെ പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് പല കഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അപ്പോൾ പൊന്നിൻ്റെ പ്രോസസ്സ് നമ്മൾ പല മെസ്സേജുകളിലും കേട്ടിട്ടുള്ളതാണ്. സ്വർണ്ണം ഉണ്ടാക്കുമ്പോൾ ആദ്യം അത് മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്നു, അതിനെ തീയിട്ടിട്ട് ശുദ്ധീകരിക്കുന്നു, തീയിലിട്ട് വീണ്ടും വീണ്ടും മൂതി കഴിക്കുന്നു, കീടങ്ങൾ മാറ്റുന്നു. പൊന്ന് പറയാണ്, അയ്യോ എനിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തിളങ്ങാൻ പറ്റൂ? അപ്പോൾ നമ്മളതിന് അവിടെ നല്ലൊരു തിളക്കണം, അതായത് പൊന്നിനെ പോലെ, അതായത് പൊന്ന് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തണം, അല്ലെങ്കിൽ സ്വർണം എന്ന അവസ്ഥയിലേക്ക് എത്തണം, അത്രയും പ്യൂരിറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിലെ ആ ശോധനകൾ കടന്നു വരുന്നത്. നമുക്ക് പഴയ നിയമകാലങ്ങളിൽ നമ്മൾ പല ശോധനകളും പരീക്ഷകളും നമ്മൾ പഠിച്ചു. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് സഹിച്ചത്, നമുക്കിന്ന് വൈകിട്ട് തിരുവത്താഴ് ശുശ്രൂഷയുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കർത്താവ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാർഗത്തിൽ കർത്താവ് സഹിച്ച പരീക്ഷയെക്കുറിച്ച് നമുക്കൊരു വാക്ക് ചിന്തിക്കാം. എബ്രയർ 4:14 വാക്യം. ഒന്നുകൂടി വയ്ക്കാം. യേശുക്രിസ്തു ദൈവപുത്രനാണ്. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായിട്ട് ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടിയിട്ട് മരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അവിടെ നമ്മളെല്ലാവരും കാണുന്നത് യേശുവിനെ ദൈവമായിട്ടും നമ്മൾ കാണുന്നു. പക്ഷേ ആ ദൈവമായിട്ടിരിക്കുന്ന അവസ്ഥയിലല്ല അവിടെ കഷ്ടം അനുഭവിച്ചത്. ദൈവമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ കഷ്ടം അനുഭവിക്കുകയായിരുന്നു എന്ന് വെച്ചെങ്കിൽ കഷ്ടം ദൈവത്തിന് ഒരു വിഷയമല്ലാത്ത കാര്യമായിരിക്കും. കാരണം മനുഷ്യനെ പോലെ അല്ല ദൈവം. പക്ഷെ അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശുവുമായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാപം ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ പാപം ഒഴികെ ബാക്കി എല്ലാ കഷ്ടങ്ങളും എല്ലാ പരീക്ഷകളും ദൈവം അവിടെ സഹിച്ചിട്ടുള്ളതാണ്. യേശു ക്രിസ്തു സഹിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു മനുഷ്യനെ പോലെ, പച്ചയായ മനുഷ്യനെ പോലെ എങ്ങനെയൊക്കെ കഷ്ടങ്ങൾ സഹിക്കാൻ പറ്റും അതിൻ്റെ മാക്സിമത്തിൽ സഹിച്ചിട്ടാണ്
കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് ക്രൂശീകരണം നടത്തിയത്. നമുക്കൊരു വാക്യം കൂടി വായിച്ചാൽ അതിൻ്റെ കുറച്ചും കൂടി ഇത് മനസ്സിലാക്കാൻ പറ്റും. ലൂക്കോസ് 22:42 വാക്യം. മതി. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സഹിക്കാൻ പോകുന്നതായിട്ടുള്ള കഷ്ടം ഒരു ചെറിയൊരു കഷ്ടമല്ല, ഒരു ചെറിയൊരു വിഷമമല്ല, അല്ലെങ്കിൽ ചെറിയൊരു പരീക്ഷയല്ല സഹിക്കാൻ പോകുന്നത്. അതിൻ്റെ പൂർണ്ണ രൂപം മനസ്സിലാക്കിയപ്പോഴാണ് പിതാവിനോട് പറയണത് എന്തെന്ന്, ഈ കഷ്ടം എന്നിൽ നിന്ന് മാറ്റിത്തരണേന്ന്. പക്ഷേ അതിൻ്റെ അടുത്ത ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് അപ്പോൾ ആ പൂർണ്ണമായ കഷ്ടം ഏറ്റെടുക്കാൻ കർത്താവ് അവിടെ തയ്യാറായത് കൊണ്ടാണ് നമുക്കിന്ന് ഇവിടെ ഇരിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആ കഷ്ടം ഏറ്റെടുക്കാൻ നമ്മളും തയ്യാറാവുമ്പോൾ പലരെയും ഇതുപോലെ ഇവിടെ കൊണ്ടുവരുത്താൻ നമുക്ക് സാധിക്കും. കർത്താവ് നമ്മുടെ മുമ്പിൽ കാണിച്ചു വച്ചിരിക്കുന്ന ആ ഒരു പരീക്ഷ അല്ലെങ്കിൽ ആ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാം. നമ്മളും ഓരോ വ്യക്തികളോട് സുവിശേഷം അറിയിക്കുകയും ഈ കഷ്ടത്തെക്കുറിച്ചും ഈ സുവിശേഷത്തെക്കുറിച്ചും മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ പലരെയും ഇവിടെ കൊണ്ടുവരുന്നിരുത്താൻ ദൈവം നമ്മളെ സഹായിക്കും. കർത്താവ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ ലോകത്തിൻ്റെ അറ്റത്തോളം ചെന്ന് എൻ്റെ സുവിശേഷം അറിയിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ പാസ്റ്ററോട് മാത്രമോ അല്ലെങ്കിൽ ഇവിടുത്തെ സുവിശേഷകരോട് മാത്രമല്ല, ഓരോ വ്യക്തികളോടാണ്. അത് ഏറ്റെടുക്കാൻ കഴിയുന്നവരാണ് ഈ മാർഗത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാനും നമ്മളതുപോലെ പ്രവർത്തിക്കാനും ഒരു വ്യക്തിയെങ്കിലും നമുക്കിവിടെ കൊണ്ടുവരുത്താൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്ത നമ്മൾ വെച്ചുകൊണ്ട് ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വചനം തന്നിരിക്കുന്നു. ഇങ്ങനെ അവസരം തന്നിരിക്കുന്ന ദൈവദാസനും സഭയോടും എൻ്റെ നന്ദി ആദരിച്ചുകൊണ്ട് ഇരിക്കുന്നു.